നമസ്കാരം. ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത തെറ്റെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പ്രമുഖ ചാനൽ തെറ്റായ വാർത്ത നൽകി. ഈ ചാനലിന്റെ ഉടമയുടെ അടുത്ത ആൾ ഇന്നലെ രാത്രി തന്നെ കാണാൻ വന്നുവെന്നും കൂടുതലായാൽ വന്നത് ആരാണെന്നും ഏത് വാഹനത്തിലാണെന്നതും ഉൾപ്പെടെ വെളിപ്പെടുത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വികാരഭരിതമായിരുന്നു ശോഭയുടെ പ്രതികരണം. പിറന്നാൾ ദിനമാണെങ്കിലും ചാനലിന്റെ മുന്നിൽ നിരാഹാരം ഇരിക്കാൻ മടിയില്ലെന്നും ശോഭ പറഞ്ഞു. 13 വയസ്സ് മുതൽ താൻ ഈ സമൂഹത്തിന് മുന്നിലുണ്ട്. വാർത്ത നൽകുന്നതിനു മുമ്പ് ആ ചാനലിൻ്റെ റിപ്പോർട്ടറിന് തന്നോട് ചോദിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അത് ചെയ്തില്ലെന്നും ശോഭ വിമർശിച്ചു. ചാനലിൻ്റെ ഉടമയുടെ അടുത്ത ആൾ തന്നെ കാണാൻ വന്നു. വെള്ളാപ്പള്ളിയെ പുകഴ്ത്തരുതെന്ന് ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുമെന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ വന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം നൽകാമെന്ന് പറഞ്ഞു. 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഒരു മുതലാളിയുടെ അടുത്തും പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം ചോദിച്ചിട്ടില്ല. ആലപ്പുഴയിൽ താൻ വിജയിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് തനിക്കെതിരായ നീക്കമെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.